ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കണ്ടതിന് ശേഷം ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ ഒരു 7 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ 2 3 മതിയാവും. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചെറിയുള്ളി ഒന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാന്താരിക്ക് പകരം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമുള്ളത് പച്ചമുളകാണെങ്കിലും വറ്റൽമുളകാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്നും കൂടുതലായി പോകണ്ട കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം എരിവുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളവരാണെങ്കിൽ എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് തീയൊക്കെ കുറച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടി ഒന്നെങ്കിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു മെഴുക്ക് വരട്ടി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതിനേക്കാളും നല്ല കിഡിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്